നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹോൾഡേഴ്സ് മിങ്കോസ്കീസ് ഇനീക്വാലിറ്റിയാണ്. നമ്മൾ അതിൻ്റെ മുമ്പ് ഡിസ്കസ് ചെയ്തത് എന്താണ്? ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയാണ്. ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്തായിരുന്നു സ്റ്റേറ്റ് ചെയ്തത്? അതായത് ഒരു സ്കേലർ സീക്വൻസ് ഓഫ് സ്കേലർ അല്ലേ, AI എന്ന് പറഞ്ഞിട്ടും BI എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സീക്വൻസ് ഓഫ് സ്കേലാർസ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ മോഡുലസ് ഓഫ് സിഗ്മ AK ഇൻറ്റു BK ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് modulus of sigma modulus of AK into BK less than or equal to sigma modulus of AK raised to P whole raised to 1 by P into sigma modulus of BK raised to Q whole raised to 1 by Q. ഇവിടെ 1 by P plus 1 by Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. അതായത് ഇതിനെ വേറൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിഗ്മ AK raised to P whole raised to 1 by P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പീനോമാണ്. അതുപോലെ സിഗ്മ BK raised to Q whole raised to 1 by Q എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്യൂനോം ഓഫ് B ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BIസും അതുപോലെ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1 A2 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസും ആണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. സിഗ്മ മോഡുലസ് ഓഫ് AI ഇൻറ്റു BI അല്ലെങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് AK ഇൻറ്റു BK. അത് രണ്ടായാലും പ്രശ്നമില്ല, ഇൻഡെക്സ് മാറിയിട്ടുണ്ട്, I ആയിന്നേ ഉള്ളൂ, അതിന് കുഴപ്പമില്ല. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പീനോം ഓഫ് A, വേർ A എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് AIs. ഓക്കെ, സീക്വൻസ് AIs. ഇവിടെ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസ് BI. അപ്പം പീനോം ഓഫ് A ഇൻറ്റു ക്യൂനോം ഓഫ് B. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു റിസൾട്ട്, ഈ റിസൾട്ട് ആദ്യത്തെ മോഡുലസ് ഓഫ് വേണമെന്നില്ല, ഇതില്ല എങ്കിൽ കൂടി, പക്ഷേ ഈ രണ്ടാമത്തെ രണ്ട് മുതലുള്ള ഇങ്ങോട്ടുള്ള ഇനീക്വാലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് താഴത്ത് തന്നതെങ്കിലും മിനിമം ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, പീനോമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ക്യൂനോം എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പീനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എ റേസ് ടു പീനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ AK റേസ് ടു P ഹോൾ റേസ് ടു 1 by P നെയാണ് പീനോം ഓഫ് A എന്ന് പറയുക. അതുപോലെ ക്യൂനോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B1 B2 B3 അതായത് BKs ആണ്. അപ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് BK റേസ് ടു Q ഹോൾ റേസ് ടു 1 by Q നെയാണ് ക്യൂനോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി കഴിഞ്ഞിട്ട് മിങ്കോസ്കി ഇനീക്വാലിറ്റിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതിൻ്റെ മുമ്പ് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു ഇക്വേഷൻ, അതായത് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു ഇക്വേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ LP സ്പേസ് അല്ലെങ്കിൽ LP സ്പേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ സെറ്റിൻ്റെ മോൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നോം ഏതാണ്? ഇൻ്റഗ്രൽ നോമാണ്. പീനോമും ഒക്കെ പറയുന്നത് ഇൻ്റഗ്രൽ നോം വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു തിയറം ഡിസ്കസ് ചെയ്യുന്നത്. തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് let 1 less than P less than infinity and Q be the such, okay, Q be the such that 1 by P plus 1 by Q എന്ന് പറയുന്നത് 1 ആവണം. അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ ഫംഗ്ഷൻ F and G ഓൺ എൻ ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ AB-യിൽ എഫും ജിയും എന്താണ്? ഇൻ്റഗ്രബിൾ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രബിൾ ആണെന്ന് വെച്ചാൽ പീത്ത് ഇൻ്റഗ്രബിൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ A to B മോഡുലസ് ഓഫ് F of X റേസ്ഡ് ടു P ഓക്കെ ഇൻറ്റു DX. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ A to B മോഡുലസ് ഓഫ് G of X ഇൻറ്റു DX ആൻഡ് ഇൻ്റഗ്രൽ A to B മോഡുലസ് ഓഫ് F of X ഇൻറ്റു G of X ഇൻറ്റു DX എക്സിസ്റ്റ്. റീമാൻ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും. ഈ മൂന്ന് ഫംഗ്ഷനിലും എക്സിസ്റ്റ് ചെയ്യും എങ്കിൽ, അങ്ങനെ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ A to B മോഡുലസ് ഓഫ് F of X ഇൻറ്റു G of X DX ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B മോഡുലസ് ഓഫ് F of X റേസ് ടു P ഇൻറ്റു DX ആണ് കേട്ടോ. ഇത് തെറ്റിപ്പോയതാണ്, DX ആണ് ഇവിടെ. ഓക്കെ, സോറി, ഇത് തെറ്റിയതാണ്, DX ആണ് കേട്ടോ. അപ്പം ഇൻ്റഗ്രൽ A to B F of X whole raised to P F of X raised to P dx into whole raised to 1 by P into integral A to B modulus of G of X raised to Q whole raised to 1 by Q. Okay, whole raised to 1 by Q ഉണ്ട് ഇവിടെ. ഓക്കെ, അത് തെറ്റിയതാണ്. ഓക്കെ, ഇവിടെ 1 by Q ഉണ്ട്.
ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പ്രൂഫ് നമ്മൾ തുടങ്ങുന്നത് നമുക്കറിയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. എന്തെന്നാ പാർട്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x0 x1 അതിലേക്കും വലുതായിരിക്കും, x2 എക്സെട്ര, xn ഈക്വൽ ടു ബി, ബീനെ നമ്മൾ xn ആക്കി എടുക്കും. അത് പാർട്ടീഷൻ നമ്മൾ ഡെൽറ്റ എക്സ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ b മൈനസ് എ ബൈ എൻ. ഓക്കെ, b മൈനസ് എ ബൈ എൻ ആയിട്ട് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ്. xi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ x0 ഒക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. xi ഈക്വൽ ടു എ പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു ജി ഓഫ് എക്സ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇതിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്, അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, വിച്ച് ഈസ് അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ തരികിട മാറ്റാൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു ജി ഓഫ് എക്സ് ഐ ഡെൽറ്റ എക്സ് റേസ് ടു 1 ആണ് അല്ലേ, ഡെൽറ്റ എക്സിൻ്റെ പവർ. അപ്പം 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1/p പ്ലസ് 1/q അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 1/p പ്ലസ് 1/q അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒന്ന് മാറ്റാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐനെ നമുക്കൊന്ന് മാറ്റി എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് ഐ അല്ലേ, നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ റേസ് ടു പി ഹോൾ റേസ് ടു 1/p എന്ന് എഴുതാം. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഐനെ നമുക്ക് മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഐ റേസ് ടു ക്യൂ 1/q എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡെൽറ്റ എക്സ് റേസ് ടു 1/p പ്ലസ് 1/q നമുക്ക് മാറ്റി എഴുതാം. ഡെൽറ്റ എക്സ് റേസ് ടു 1/p ഇൻറ്റു ഡെൽറ്റ എക്സ് റേസ് ടു 1/q എന്ന് എഴുതാം. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു പി ഇൻറ്റു ഡെൽറ്റ എക്സ് 1/p കോമൺ ആണ് അല്ലേ പവർ. അപ്പം എന്താ ഹോൾ റേസ് ടു 1/p. അതുപോലെ തന്നെ ഇവിടെ ഡെൽറ്റ എക്സിന് 1/q ഉണ്ട്, ഇതിനും പവർ എന്തുണ്ട് 1/q ഉണ്ട്. ദോർ മോഡുലസ് ഓഫ് എക്സ് ഐ റേസ് ടു ക്യൂ ഡെൽറ്റ എക്സ് ഹോൾ റേസ് ടു 1/q. ഓക്കെ, ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, കാരണം ഇത് എപ്പോഴും ലെസ് ദാൻ ആയിരിക്കും എന്തിനേയും കാട്ടിലും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ റേസ് ടു പി ഡെൽറ്റ എക്സ് ഹോൾ റേസ് ടു 1/p ഇൻറ്റു സിഗ്മ 1 to n മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഐ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/qന് കാട്ടിലും ചെറുതായിരിക്കും ഈ കുഞ്ഞാപ്പം. ഓക്കെ അല്ലേ, കാരണം എന്തുകൊണ്ട് എന്നുള്ളത് നേരത്തെ ഇട്ടിട്ട് x1 ഇൻറ്റു x1 അല്ലെങ്കിൽ ജി ഓഫ് x1 എഫ് ഓഫ് x1 ഇൻറ്റു ജി ഓഫ് x1 ഇൻ പ്ലസ് അങ്ങനെയാണ് പോകുക. അതുപോലെ തന്നെ എഫ് ഓഫ് x2 ഇൻറ്റു ജി ഓഫ് x2 അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുക. പക്ഷേ ഇവിടെ സംബന്ധിച്ച് എന്തെന്നാ വരിക വെച്ചാൽ എഫ് ഓഫ് x1 ഇൻറ്റു ജി ഓഫ് x1 പ്ലസ് എഫ് ഓഫ് x1 ഇൻറ്റു ജി ഓഫ് x2 പ്ലസ് എഫ് ഓഫ് x1 ഇൻറ്റു ജി ഓഫ് x3 പ്ലസ് അതൊക്കെ വരും, മോഡുലസ് വരണം, അങ്ങനെ എല്ലാം വരും നമുക്ക് ഈ ടേമിൽ. അപ്പം ഇതെപ്പോഴും ഇതിനേക്കാട്ടിലും വലുതാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രേറ്റർ ദാൻ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ റേസ് ടു പി ഹോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു 1/p ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് ഐ റേസ് ടു ക്യൂ ഡെൽറ്റ എക്സ് ഹോൾ റേസ് ടു 1/q. അപ്പം ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലിമിറ്റിനെ ഉള്ളിലേക്ക് എടുക്കാം. സിഗ്മനെ ലിമിറ്റിനെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 1/p പുറത്ത് വരും
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു പി ഇൻറ്റു ഡി എക്സ് ഹോൾ റേസ് ടു 1/p. അതുപോലെ തന്നെ ലിമിറ്റിനെയും സിഗ്മനെയും ഉള്ളിലേക്ക് എടുക്കുക 1/q ഹോൾ റേസ് ടു 1/q സെയിം വരുമ്പോൾ ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് റേസ് ടു ക്യൂ അല്ലേ റേസ് ടു ക്യൂ ഇൻറ്റു ഡി എക്സ് ഹോൾ റേസ് ടു 1/q കറസ്പോണ്ടിങ് ആയിട്ട് വരും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയത് പ്രകാരം അല്ലേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഗെറ്റ് നമ്മളുടെ നേരത്തെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു പി ഇൻറ്റു ഡി എക്സ് ഹോൾ റേസ് ടു 1/p ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് റേസ് ടു ക്യൂ ഡി എക്സ് ഇൻറ്റു ഹോൾ റേസ് ടു 1/q. ഓക്കെ, ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മളുടെ തൊട്ട് മുമ്പത്തെ ഓർഡേഴ്സ് ഇനീക്വാലിറ്റിയുടെ പോർഷനിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനും കഴിയുന്നതാണ്, വേറെ രീതിയിലും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത പ്രകാരം പക്ഷേ നമുക്ക് വേറൊരു റിസൾട്ട് ഇതിൽ നിന്നൊരു നോട്ടായിട്ട് പറയാം. മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ഇത് എന്തിനെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി. ഓക്കെ ഈ റിസൾട്ടിന് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി അല്ലേ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി റേസ് ടു പി വിച്ച് ഈസ് ഇത് നമ്മളിപ്പം പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് രണ്ട് റിസൾട്ടുകൾ ഉണ്ടാക്കാം. ഒന്ന് ഈ റിസൾട്ടും രണ്ടാമത്തെ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ a to b f of t into g of t dt is less than or equal to integral a to b modulus of f of t raised to p into dt whole raised to 1/p into integral a to b modulus of g of t raised to q dt whole raised to 1/q എന്നുള്ള റിസൾട്ടും രണ്ട് റിസൾട്ടുകൾ രണ്ട് ഇനീക്വാലിറ്റികൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതും വെച്ചിട്ടും അതുപോലെ ഇത് രണ്ടും വെച്ചിട്ടും നമുക്ക് രണ്ട് ഇനീക്വാലിറ്റികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിങ്കോസ്കി ഇനീക്വാലിറ്റിയാണ്. എന്താണ് മിങ്കോസ്കി ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നോമ് അപ്ലൈ ചെയ്തിട്ടുള്ള ഇനീക്വാലിറ്റിയാണ്. സത്യത്തിൽ നോമിലേക്കാണ് കിടക്കുന്നത് നമ്മൾ. പിന്നെ ഇവിടെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മിങ്കോസ്കി ഇനീക്വാലിറ്റിക്ക് വേറൊരു പ്രത്യേകതയും കൊണ്ട് അതൊരു നമുക്കറിയാം ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി അല്ലേ. ട്രയാങ്കുലാർ ഇനീക്വാലിറ്റിയുടെ ജനറലൈസേഷനാണ് സത്യത്തിൽ എന്ത് മിങ്കോസ്കി ഇനീക്വാലിറ്റി. അതായത് ട്രയാങ്കുലാർ ഇനീക്വാലിറ്റിയുടെ ജനറലൈസേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് മിങ്കോസ്കി ഇനീക്വാലിറ്റി. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രകാരം അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? തിയറം അല്ലേ, തിയറാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. തിയർ എന്താണെന്ന് നോക്കാം. ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനത്തെ സീക്വൻസ് എ ഈക്വൽ ടു സീക്വൻസ് ഓഫ് എ ഐ ആൻഡ് ബി ഈക്വൽ ടു സീക്വൻസ് ഓഫ് ബി ഐ, അതുപോലെ തന്നെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി, വി ഹാവ് പി നോം ഓഫ് എ പ്ലസ് ബി. പ്രത്യേകം ശ്രദ്ധിക്കണേ, പി നോം ആണ് ഇവിടെ ഇത് അല്ലേ, പി സഫിക്സ് ആയതുകൊണ്ട് പി നോം ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം ഓഫ് എ പ്ലസ് പി നോം ഓഫ് ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പി നോം ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം ഓഫ് എ പ്ലസ് പി നോം ഓഫ് ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നോക്കുക, മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി. അതാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. അതിൻ്റെ ജനറലൈസേഷൻ, അതിൻ്റെ സ്ഥാനത്ത് മോഡിൻ്റെ സ്ഥാനത്ത് ഇവിടെയൊക്കെ നോമാണ് വരുന്നത്. യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക് എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് നമ്മൾ യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത് എന്തിനാണ്? അബ്സല്യൂട്ട് വാല്യൂ അല്ലേ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിൻ്റെ കേസിൽ അബ്സല്യൂട്ട് വാല്യൂ മോഡുലസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂഷ്വൽ മെട്രിക് അല്ലെങ്കിൽ യൂഷ്വൽ നോം എന്നൊക്കെ പറയുന്നത്. അപ്പം ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അവിടെ ഒബേ ചെയ്യും. പക്ഷേ ഇവിടെ അതിൻ്റെ ജനറലൈസേഷനാണ് മിങ്കോസ്കി. നോമിൻ്റെ കേസിൽ ജനറലൈസേഷൻ ഇതിട്ട് പറയുന്നത് എന്താണ്? മിങ്കോസ്കി ഇനീക്വാലിറ്റിയാണ്. ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയുടെ ജനറലൈസേഷനാണ് മിങ്കോസ്കി ഇനീക്വാലിറ്റി.
അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പിനോം ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിനോം ഓഫ് എ പ്ലസ് പിനോം ഓഫ് ബി എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പിനോം ഓഫ് എ പ്ലസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിഗ്മ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി ഹോൾ റേസ് ടു 1/p-നെയാണ് പിനോം ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. ഇവിടെ പിനോം ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് എ ഐ റേസ് ടു പി ഹോൾ റേസ് ടു 1/p എന്നുള്ളതും, പിനോം ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് ബി ഐ റേസ് ടു പി ഹോൾ റേസ് ടു 1/p എന്ന് പറയുന്നതിനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ തുടങ്ങുന്നത് പിനോം ഓഫ് എ പ്ലസ് ബി ഹോൾ റേസ് ടു പി, പിനോം ഓഫ് എ പ്ലസ് ബി ഹോൾ റേസ് ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പിനോം. അതിൻ്റെ ഹോൾ റേസ് ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/p ക്യാൻസൽ വിത്ത് പി, ദെൻ യു വിൽ ഗെറ്റ് 1 അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? സിഗ്മ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി, അതാണ് നമുക്ക് കിട്ടുക കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. സിഗ്മ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ എടുത്തു. അപ്പോൾ ഒന്നിനെ മാത്രം ഞാൻ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ ഉണ്ടാവും? ഇൻറ്റു മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1 ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇതിനെ സിഗ്മ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ ഇൻറ്റു മോഡുലസ് ഓഫ് സി ഐ. സി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1-നെയാണ് ഞാൻ എന്തെടുത്ത് സി ഐ എന്ന് പറഞ്ഞിട്ടെടുത്ത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1-ൻ്റെ സ്ഥാനത്ത് സി ഐ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി ഇവിടെ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ കൊടുത്തെടുത്ത് നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്താൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മോഡുലസിൻ്റെ ഇതിൻ്റെ സ്ഥാനത്ത് എന്താകും? മോഡുലസ് ഓഫ് എ ഐ പ്ലസ് മോഡുലസ് ഓഫ് ബി ഐ ഇൻറ്റു ഇവിടെ എന്തുണ്ട്? മോഡുലസ് ഓഫ് സി ഐ. സി ഐ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? എന്താണ്? മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1-നെയാണ് സി ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ഇതിനെ ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ കാണാനുള്ള ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിലേക്ക് പുറത്തൊക്കെ എടുക്കാം. സിഗ്മ മോഡുലസ് ഓഫ് എ ഐ ഇൻറ്റു സി ഐ, പിന്നെ സിഗ്മനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ മോഡുലസ് സിഗ്മ മോഡുലസ് ഓഫ് ബി ഐ ഇൻറ്റു സി ഐ, ദാറ്റ് ഈസ് സിഗ്മ മോഡുലസ് ഓഫ് എ ഐ ഇൻറ്റു സി ഐ പ്ലസ് സിഗ്മ മോഡുലസ് ഓഫ് ബി ഐ ഇൻറ്റു സി ഐ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇത് നോക്കുക, ഇത് എന്ത് മോഡലാണ്? നമ്മൾ മുമ്പ് പഠിച്ച മോഡലാണ്. ഇതെന്ത്? മിങ്കോസ്കി ഇനീക്വാലിറ്റിയാണ്, സോറി ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഇവിടെ ഈ കുഞ്ഞാപ്പയിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്തായിരുന്നു? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സ്ഥാനത്ത് വരിക സിഗ്മ മോഡുലസ് ഓഫ് എ ഐ റേസ് ടു പി 1/p ഇൻറ്റു സിഗ്മ മോഡുലസ് ഓഫ് സി ഐ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q. ഇവിടെ 1/p പ്ലസ് 1/q എന്താണ്? 1 ആണെന്നും, പിന്നെ പ്ലസ് ഇതേപോലെ തന്നെ ഇതും പിനോമാണ് അല്ലേ ഇതിൻ്റെത്. അപ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് ബി ഐ റേസ് ടു പി 1/p ഇൻറ്റു സിഗ്മ സി ഐ മോഡുലസ് ഓഫ് സി ഐ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q. അപ്പം ഇനി ഇവിടെ നോക്കുക, സിഗ്മ മോഡുലസ് ഓഫ് എ ഐ റേസ് ടു പി 1/p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിനോമാണ്, ഇത് ക്യൂനോമാണ്, ഇത് പിനോമാണ്, ഇത് ക്യൂനോമാണ്. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ഇവിടെ എന്ത് കിട്ടും? പിനോം ഓഫ് എ, ഇവിടെ പിനോം ഓഫ് ക്യൂ, എന്തുകൊണ്ട് സി, സോറി സീൻ ക്യൂനോം ഓഫ് സി. ഓക്കെ, ക്യൂനോം ഓഫ് സി. പിന്നെ ഇവിടെ എന്താണ് വരുന്നത്? പിനോം ഓഫ് ബി ഇൻറ്റു ക്യൂനോം ഓഫ് സി. ഇവിടെ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സീക്വൻസ് സി ഐ. സി ഐ എന്താണെന്ന് അറിയാലോ? എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1 ആണ് സി ഐ എന്ന് പറയുന്നത്. അതെന്തോ ആട്ടെ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ആര് ഇല്ലേ? ഏത് നോമാണ് കോമൺ ആയിട്ടുള്ളത്? ക്യൂനോം ഓഫ് സി കോമൺ ആണ്, ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടുക പിനോം ഓഫ് എ പ്ലസ് പിനോം ഓഫ് ബി ഇൻറ്റു ആരെ കിട്ടും? ക്യൂനോം ഓഫ് സീനെ കിട്ടും. ദാറ്റ് മീൻസ് ഇതിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇനി നമ്മൾ ക്യൂനോം ഓഫ് ഈ കുഞ്ഞാപ്പുകൾ അങ്ങനെ തന്നെ നിർത്തുക. ഇനി ഈ സാധനത്തിന് എന്ത് ചെയ്യണം? നമുക്ക് ഒഴിവാക്കണം. നമുക്ക് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കിട്ടേണ്ടത് പിനോം ഓഫ് എ പ്ലസ് പി റേസ് ടു പി ഇല്ല, പിനോം ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിനോം ഓഫ് എ പ്ലസ് പിനോം ഓഫ് ബി ആണ് കിട്ടേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ ക്യൂനോം ഓഫ് സി എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ കൊടുക്കുക. സിഗ്മ മോഡുലസ് ഓഫ് സി ഐ റേസ് ടു ക്യൂ 1/q ആണ്.
ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് അതിൻ്റെ സി ഐൻ്റെ സ്ഥാനത്ത് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കാം അല്ലേ. സിഗ്മ മോഡുലസ് ഓഫ് സി ഐൻ്റെ സ്ഥാനത്ത് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1 അപ്ലൈ ചെയ്യുക. അപ്പോൾ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി മൈനസ് 1 ഹോൾ റേസ് അല്ലേ ക്യൂ ഹോൾ റേസ് ടു 1/q. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് തെറ്റിക്കരുത്. സി ഐൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഇത് ഇത്രയും സാധനങ്ങൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മോഡുലസ് ഓഫ് അല്ലേ, സോറി ഇത് സെയിം തന്നെ നേരത്തെ തന്നെയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് ഒന്നുകൂടി മാറ്റി ചെയ്താണ് പി ഇൻറ്റു അല്ലേ പി മൈനസ് 1/q എന്ന് പറയുമ്പോൾ അല്ലേ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലേക്ക് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചില തരികിടകൾ, കാരണം 1/p + 1/q എന്താണ് 1 ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള തരികിട അപ്ലൈ ആണ്. അങ്ങനെയാണെങ്കിൽ 1/q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 1 - 1/p ആണ്. എന്താണ് 1 - 1/p ആണ്. ക്യൂവിൻ്റെ സ്ഥാനത്ത് 1 - 1/p എന്ന് കൊടുക്കുക. അതായത് 1/q എന്ന് പറഞ്ഞാൽ p - 1/p അല്ലേ. p × 1 p - 1/p. ഓക്കെ, ഇത് നിങ്ങൾ 1/q = p - 1/p എന്നുള്ളതും അതുപോലെ p = ഇതിൽ നിന്ന് പീനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ക്യൂവിനെ അപ്പുറത്തും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും p = p - 1/q എന്ന് കിട്ടും. p - 1/q ഇവിടെ ഉണ്ട്, അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് p കൊടുക്കാമെന്ന് കിട്ടി. അതുപോലെ 1/qൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തും കൊടുക്കാം p - 1/p കൊടുക്കാമെന്ന് കിട്ടി. അറിയണ്ട ശരി. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു p norm of a plus p norm of b into sigma modulus of ai plus bi raised to p. കാരണം എന്തുകൊണ്ട് p - 1 × q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p ആണ്. അതുപോലെ 1/qൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം p - 1/p അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇവിടെ നോക്കുക, ശ്രദ്ധിക്കണേ. ഇവിടെ ഈ p - 1 മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ 1/p ഇവിടെ ഉണ്ട്. p - 1 അങ്ങോട്ട് മാറ്റി നിർത്തുക, അപ്പോൾ ഇവിടെ 1/p അല്ലേ. അപ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് എ ഐ പ്ലസ് ബി ഐ റേസ് ടു പി ഹോൾ റേസ് ടു 1/p എന്താണ് പി നോം ഓഫ് എ പ്ലസ് ബി ആണ്. ഓക്കെ, പി നോം ഓഫ് എ പ്ലസ് ബി ആണ്. പിന്നെ എന്തുണ്ട് ഇൻറ്റു p - 1 ഉണ്ട്, അതായത് റേസ് ടു p - 1. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് നമ്മളുടെ കയ്യിലുള്ളത്, അതായത് പി നോം ഓഫ് എ പ്ലസ് ബി ഹോൾ റേസ് ടു p ലെസ് ദാൻ ഓർ ഈക്വൽ ടു p norm of a plus p norm of b into p norm of a plus b whole raised to p - 1. ഇനി എന്ത് ചെയ്യണം, ഈ p norm of a plus b whole raised to p - 1 ഒഴിവാക്കണം അല്ലേ. ഈ കുഞ്ഞാപ്പൂനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യുക. ഏതിനെ കൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഡിനോമിനേറ്ററിലേക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ എന്താവും p - 1 ടൈംസ് എന്തായിപ്പോവും ഇവിടുന്ന് ക്യാൻസൽ ആയിപ്പോവും അല്ലേ. p - 1 ടൈംസ് ക്യാൻസൽ ആയാൽ പിന്നെ ആര് മാത്രമേ ഒരാൾ മാത്രമേ ഉണ്ടാവും, അതായത് p നോം ഓഫ് a പ്ലസ് ബി മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് അല്ലേ. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ് p നോം ഓഫ് a പ്ലസ് ബി ഹോൾ റേസ് ടു p - 1 ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ p ടൈംസ് ഉണ്ട്, ഇത് p - 1 ടൈംസ് ആണ്. ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ p - 1 ടൈംസ് ഇതിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ കുഞ്ഞാപ്പേ ഉള്ളൂ, ഈ p ഉണ്ടാവില്ല. ഉണ്ടാവുക ആര് മാത്രമാണ് p നോം ഓഫ് a പ്ലസ് ബി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു p നോം ഓഫ് a പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് p നോം ഓഫ് a പ്ലസ് p നോം ഓഫ് b എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, കൂടുതൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലും അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഡൗട്ടുകൾ. ഓക്കെ, മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.